നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഹൈ പൊട്ടൻഷ്യൽ എപ്പിസോഡ് 10. അപ്പോ ആരംഭിക്കലാങ്കളാ. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു പാർക്ക് കാണിച്ചുകൊണ്ടാണ്. അവിടെ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. അവരുടെ ഒപ്പം അച്ഛനമ്മമാരും നാനിമാരും ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ടണൽ സ്ലൈഡിന് മുകളിൽ കയറിയ ഒരു പെൺകുട്ടി അതിലൂടെ ഊർന്നിറങ്ങാൻ പേടിച്ച് നിൽക്കുന്ന കണ്ട അമ്മ അവളോട് ധൈര്യമായിട്ട് ചെയ്തു, നല്ല രസമായിരിക്കും, അമ്മ അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ധൈര്യം കൊടുത്തപ്പോൾ ആ കുട്ടി അതിലൂടെ ഊർന്നിറങ്ങുന്നു. പക്ഷേ പകുതിയിൽ വെച്ച് അവൾ അവിടെ സ്റ്റക്കായി പോകുന്നു. കുട്ടി പേടിച്ച് കരയുന്നുണ്ട്. പുറകെ വേറൊരു കുട്ടിയും ഊർന്നിറങ്ങി അവൾ അവിടെ സ്റ്റക്കായി കിടന്ന് കരയുന്നത് കേട്ടപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പെട്ടെന്ന് ഓടി വന്ന് സ്ലൈഡിന്റെ അടിഭാഗം വഴി മുകളിലേക്ക് കയറി കുട്ടിയെ വലിച്ചെടുക്കുന്നു. എന്നാൽ അത് ആ കുട്ടിയായിരുന്നില്ല, വേറെ ഏതോ ഒരു സ്ത്രീ കണ്ണു തുറന്ന് മരിച്ചു കിടക്കുകയായിരുന്നു. അവളുടെ ചെവിയുടെ അടിയിലായിട്ട് രക്തമുണ്ട്. ഈ എപ്പിസോഡിൽ തെളിയിക്കാൻ പോകുന്നത് ഈ സ്ത്രീയുടെ കൊലപാതകമാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസുകാർ അങ്ങോട്ട് എത്തി അവിടെ പരിശോധിക്കുന്നതാണ്. ഓസും ഡാഫ്നിയും അവിടെ ഉണ്ടായിരുന്ന മറ്റു നാനിമാരോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. മരിച്ച സ്ത്രീയുടെ പേര് താര ഫോളി. അവൾ ഒരു നാനിയാണ്. ഈ നാനി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ, കുട്ടികളെ നോക്കുന്ന സ്ത്രീ. അപ്പോൾ മറ്റുള്ള നാനിമാർക്ക് താരയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അവൾ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ഓസി ചോദിച്ചപ്പോൾ ഇല്ല, അവളൊരു നല്ല സ്ത്രീയായിരുന്നു എന്നൊരു നാനി പറഞ്ഞപ്പോൾ പെട്ടെന്ന് മറ്റൊരു നാനി ഇവിടെ ഒരുത്തം വരാറുണ്ട്, ഒരു മെനകെട്ടവൻ എന്ന് പറഞ്ഞപ്പോൾ അതെ, ഒരു വല്ലാത്ത മനുഷ്യൻ പാർക്കിലൂടെ ഒക്കെ കറങ്ങി നടക്കാറുണ്ട് എന്ന് വേറൊരു നാനിയും പറയുന്നു. അത് കേട്ട് ഡാഫ്നി സംശയത്തിൽ നിൽക്കുന്നുണ്ട്. ഇതേ സമയം താരയുടെ ബോഡി മെഡിക്കൽ ഓഫീസർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മോർഗനും കാരഡൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ചീഫ് അങ്ങോട്ട് വന്നിട്ട് ഡോക്ടറോട് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ മരണകാരണം എന്തോ കട്ടിയുള്ള സാധനം വെച്ച് തലയിലേറ്റ അടിയാണ് എന്ന് ഡോക്ടർ പറയുന്നു. ഈ സ്ലൈഡിൽ വെച്ചാണോ ആക്രമണം നടന്നതെന്ന് ചോദിച്ചപ്പോൾ സാധ്യതയില്ല, ഈ സ്ലൈഡിന്റെ ഷേപ്പും പിന്നെ അടി കിട്ടിയ ഭാഗവും എല്ലാം വെച്ച് നോക്കുമ്പോൾ വേറെ എവിടെ വെച്ചാണ് അവൾ ആക്രമിക്കപ്പെട്ടത്. എന്നിട്ട് ആ അക്രമിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൾ ഇവിടെ ഒളിച്ചിരുന്നാണ് എന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ മരണസമയം ചോദിച്ചപ്പോൾ രാത്രി 10 മണിയെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ ഈ ഏരിയയിൽ ഒന്നും CCTV ഇല്ലെന്ന് തോന്നുന്നു. ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചീഫ് ചോദിച്ചപ്പോൾ അത് മുറിവ് പരിശോധിച്ച് കഴിഞ്ഞാലാണ് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ കാരഡക്ക് ഈ പനി സീസണിൽ ഇതുപോലത്തെ പ്ലേയിങ് ഗ്രൗണ്ടിലാണ് കൂടുതലായിട്ട് പനി പടരാൻ സാധ്യത എന്ന് പറഞ്ഞ് സാനിറ്റൈസർ എടുത്ത് കയ്യിൽ തേക്കുന്നുണ്ട്. അത് കണ്ട മോർഗൻ ഇവനെ കൊണ്ട് എന്ന ഭാഗത്തിൽ നിൽക്കുന്നുണ്ട്, ഒരു ഹൈജീൻ ഫ്രീക്ക്. അപ്പോൾ ഓസും ഡാഫ്നി അങ്ങോട്ട് വന്ന് അവർക്ക് മറ്റ് നാനിമാരിൽ നിന്നും കിട്ടിയ ഡീറ്റെയിൽസ് പറയുന്നു. അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ താരയുടെ പുറകെയായിരുന്നു കൂടുതലുണ്ടായിരുന്നു എന്ന് ഡാഫ്നി പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ഫോട്ടോ അവർ ആരെങ്കിലും എടുത്തിരുന്നെന്ന് ചീഫ് ചോദിക്കുന്നു. ഇല്ലെന്ന് ഡാഫ്നി മറുപടി പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മോർഗൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് പരിശോധന ആരംഭിക്കുക എന്ന് പറഞ്ഞ് താരയുടെ പോക്കറ്റിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ എടുക്കുന്നു. അതുകൊണ്ട് കാരഡക്ക് മോർഗനെ തടയുന്ന പോലെ വിളിച്ചെങ്കിലും ഞാൻ പരിശോധിക്കുകയല്ലേ എന്ന് പറഞ്ഞ് അവൾ ആ ഫോൺ താരയുടെ മുഖത്തിന് നേരെ കാണിച്ച് അത് അൺലോക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ ബ്രെറ്റ് ലൂയിസ് എന്ന ഒരാളിൽ നിന്നും വായിക്കാത്ത 8 മെസ്സേജുകൾ ഉണ്ടായിരുന്നു. അതിൽ താര നീ എവിടെയാണ്, ലേറ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളായിരുന്നു. അപ്പോൾ അത് അവളുടെ മുതലാളിയായിരിക്കും എന്ന് പറഞ്ഞ് കാരഡക്ക് ഫോൺ മോർഗന്റെ കയ്യിൽ നിന്ന് മേടിച്ച് പരിശോധിച്ചിട്ട് എമർജൻസി കോൺടാക്ട് ഒന്നും തന്നെയില്ല, അതേപോലെ അച്ഛനെന്നോ അമ്മയെന്നോ പറഞ്ഞുള്ള കോൺടാക്ട്സുകളും ഇല്ല എന്ന് പറയുന്നു. അത് കേട്ട് ആരുമില്ലാത്ത പാവം കുട്ടി എന്ന് മോർഗൻ താരയെ നോക്കി പറയുന്നുണ്ട്. അപ്പൊ ചീഫ് താരയുടെ പുറകെ കറങ്ങി നടന്നു എന്ന് പറയുന്ന ആ മനുഷ്യനെ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഓസിനോടും ഡാഫ്നിയോടും താരയുടെ ഫോൺ ചെക്ക് ചെയ്ത് അങ്ങനെ ഒരാളുടെ ഫോട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ പറയുന്നു. ഒപ്പം അവളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് തരാൻ പറ്റിയ അവളോട് അടുത്ത ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. കാരഡക്കിനോടും മോർഗനോടും അവൾക്ക് മെസ്സേജ് അയച്ച അവളുടെ ആ മുതലാളിയെ കണ്ട് സംസാരിക്കാൻ പറയുന്നു. അങ്ങനെ ചീഫിന്റെ ഓർഡർ കേട്ട് അവരെല്ലാവരും പോകുന്നു. അടുത്ത സീനിൽ കാരഡക്കും മോർഗനും താരയുടെ മുതലാളിയായ ബ്രെറ്റ് ലൂയിസിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ബ്രെറ്റും പാർട്ണർ ജെഫും മകനുമാണ് അവിടെ താമസിക്കുന്നത്. അവരൊരു ഗേ കപ്പിൾസ് ആണ്. അവരുടെ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്ന നാനിയായിരുന്നു താര. താര കൊല്ലപ്പെട്ടു എന്ന വിവരം അറിഞ്ഞ് അവർ സങ്കടത്തിലാവുന്നുണ്ട്. അവർക്ക് താരയെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കാരഡക് ബ്രെറ്റ് അയച്ച മെസ്സേജിന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, മെസ്സേജ് അല്പം ദേഷ്യത്തിലായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല, അവൾ ലേറ്റ് ആണെന്ന് വിചാരിച്ച് ഞാനൊന്ന് സ്ട്രിക്റ്റ് ആയെന്ന് മാത്രം, താര ഞങ്ങൾക്ക് ഒരു കുടുംബാംഗം പോലെയായിരുന്നു എന്ന് ബ്രെറ്റ് പറയുന്നു. അപ്പൊ കാരഡക്ക് താര നിങ്ങളോട് അസ്വാഭാവികമായി എന്തെങ്കിലും കാര്യം പറയുകയുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ജെഫ് ഒരാൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. അവൾ എവിടെ പോയാലും പാർക്ക്, കോഫി ഷോപ്പ് അങ്ങനെ എല്ലായിടത്തും അയാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അയാൾ ഒരു ഫ്രഞ്ച് പത്രമാണ് വായിക്കാറുണ്ടായിരുന്നത്, അതേപോലെ കാലിൽ ഞൊണ്ടുണ്ടായിരുന്നു എന്നും പാർട്ണർ പറയുന്നു. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മോർഗൻ അവർ പറഞ്ഞ ആളെ എവിടെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാമെന്ന് കാരഡക്കിനോട് പറയുന്നു. അതായത് ലോസ് ഏഞ്ചൽസിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് ഫ്രഞ്ച് പത്രങ്ങൾ വിൽക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. മോർഗനും കാരഡക്കും നേരെ അവിടെ വന്നിരിക്കുന്നു. മോർഗൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കാരഡക്ക് ഒരു കോഫിയും. അപ്പോൾ അവർ അന്വേഷിച്ചു വന്ന ആൾ ആ പത്രക്കടയിൽ നിന്നും പത്രം വാങ്ങിച്ചു പോകുന്നത് അവർ കാണുന്നു. അയാൾ പോയത് അവർ ഇരുന്നിരുന്ന റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിന്റെ മുകളിലേക്കായിരുന്നു. അപ്പോൾ മോർഗനോട് പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് കാരഡക്ക് പതുക്കെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. എന്നാൽ അയാൾ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിരുന്നു, പേര് ചാൾസ് ലവോൺ. അപ്പോൾ കാരഡക്ക് താഴേക്ക് നോക്കി കയറിപ്പോരെ സേഫ് ആണെന്ന് പറഞ്ഞപ്പോഴേക്കും മോർഗൻ ഓൾറെഡി അവന്റെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ കാരഡക്ക് നോക്കുന്നുണ്ട് മോർഗൻ, അല്ല നിന്റെ ഷൂസിന്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പ്രശ്നമൊന്നുമില്ല, കാരണം നീ നോർമൽ ആയിട്ടാണ് നടന്നതെന്ന് അവൾ പറയുന്നു. എന്തായാലും കാരഡക്ക് അവളോട് നമ്മൾ അന്വേഷിച്ചു
വന്ന ചാൾസ് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. മാത്രമല്ല അവൻ മുൻപ് LAPD ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ ഡിറ്റക്റ്റീവായി ജോലി ചെയ്തിരുന്നു. പിന്നെ ആളൊരു ടൈപ്പാണ്, ഒന്ന് ശ്രദ്ധിച്ചേക്കെന്നും പറഞ്ഞിട്ട് അവരകത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് കാരഡക്കും ചാൾസും വീണ്ടും പരിചയം പുതുക്കുന്നു. മോർഗനെ കണ്ട് നീ കല്യാണം കഴിച്ചെന്ന് കാരഡക്കിനോട് ചോദിച്ചപ്പോൾ ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് മോർഗനും ചാൾസിനെ പരിചയപ്പെടുന്നു. ചാൾസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരത്തെ റിട്ടയർഡ് ആയതാണ്. അതിന് കാരണം ഡ്യൂട്ടിക്കിടയിൽ അവന്റെ കാലിൽ തന്നെ അറിയാതെ സ്വയം വെടിവെച്ചു. അങ്ങനെയാണ് അവന്റെ കാലിൽ ഞൊണ്ടു വന്നത്. അപ്പൊ മോർഗൻ അവൻ കൊണ്ടുവന്ന പത്രം ഒന്ന് വായിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ചാൾസ് പറയുന്നു. മോർഗൻ ആ പത്രം എടുത്ത് നോക്കിയിട്ട് ഇതേ പത്രം തന്നെയാണ് താരയുടെ പുറകെ നടന്നയാൾ വായിച്ചിരുന്നത് എന്ന് കാരഡക്കിനോട് പറഞ്ഞപ്പോൾ ചാൾസ് പെട്ടെന്ന് നിങ്ങൾ ശരിക്കും എന്താണ് അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ താരയെക്കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം എന്ന് കാരഡക്ക് ചോദിക്കുന്നു. അപ്പോൾ ചാൾസ് ഒരുമാതിരി എല്ലാം അറിയാമെന്ന് പറഞ്ഞപ്പോൾ അവൾ മരിച്ചത് നീ അറിഞ്ഞു എന്ന് കാരഡക്ക് വെച്ചപ്പോൾ അത് ചാൾസ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവളെ ഫോളോ ചെയ്യാൻ നിന്നെ ആരാണ് ഏൽപ്പിച്ചതെന്ന് മോർഗൻ ചോദിച്ചപ്പോൾ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് രഹസ്യമാണ്, പക്ഷെ അതിലും വലുതാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് കാരഡക്കിനെ ചൂണ്ടി പറഞ്ഞിട്ട് ബ്രെറ്റ് ആണ് എന്നെ അത് ഏൽപ്പിച്ചതെന്ന് ചാൾസ് പറയുന്നു. താരയ്ക്ക് ജോലി കൊടുത്ത ആൾ തന്നെ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അവർക്ക് സംശയമാകുന്നുണ്ട്. അപ്പോൾ നീ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ചാൾസ് അവന്റെ ക്യാമറ എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ നിനക്ക് നാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ ചാൾസ് ഓക്കെ പറയുന്നു. അങ്ങനെ കാരഡക്ക് മോർഗൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. പോകുന്നതിന് മുമ്പ് മോർഗൻ ചാൾസിനോട് നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ അവളെ ഫോളോ ചെയ്യുന്നത് നിർത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അതും ബ്രെറ്റ് പറഞ്ഞിട്ട് തന്നെയാണ്, കാരണം അവൻ പ്രതീക്ഷിച്ച കാര്യം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവൻ പ്രതീക്ഷിച്ചതെന്ന് മോർഗൻ ചോദിക്കുന്നു. ബ്രെറ്റ് വിചാരിച്ചിരുന്നത് അവരുടെ മകനെ താര നല്ല രീതിയിലല്ല നോക്കിയിരുന്നത് എന്ന് ചാൾസ് പറയുന്നു. അവിടെ നിന്ന് മോർഗനും കാരഡക്കും വീണ്ടും ബ്രെറ്റിന്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് എന്തിനാണ് താരയെ വാച്ച് ചെയ്യാൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ജെഫിന് അതിനെക്കുറിച്ച് അറിയില്ല, കാരണം ജെഫ് അറിയാതെയാണ് ബ്രെറ്റ് അത് ചെയ്തത്. അതറിഞ്ഞ് ജെഫ് അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ബ്രെറ്റ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇവർക്ക് 900049 പാരന്റ്സ് ഗ്രൂപ്പ് എന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. 900049 എന്താണെന്ന് വെച്ചാൽ ആ ഏരിയയുടെ സിപ്പ് കോഡാണ്. അപ്പൊ ബ്രെറ്റ് ഈ ഗ്രൂപ്പിൽ ഒരു മെമ്പറാണ്. ആ ഗ്രൂപ്പിൽ 6 മാസം മുമ്പ് ഒരു പോസ്റ്റ് കണ്ടു. അവിടെയുള്ള ഒരു ലൈബ്രറിയുടെ അകത്ത് നിന്നും ആരും ശ്രദ്ധിക്കാതെ ഒരു കുട്ടി റോഡിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടുവെന്ന്. അപ്പൊ ആ കുട്ടിയുടെ രൂപം ആ മെസ്സേജിൽ പറഞ്ഞതനുസരിച്ച് അത് ബ്രെറ്റിന്റെ മകനായിരുന്നു. അന്ന് അവന്റെ ഒപ്പം ഉണ്ടായിരുന്നത് റോസ എന്ന് പറഞ്ഞ ഒരു നാനിയായിരുന്നു. ബ്രെറ്റ് അവളോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അത് സത്യമായിരുന്നു. അങ്ങനെ അവർ റോസയെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുന്നു. അതിനുശേഷം വന്ന ആളാണ് താര. പിന്നീട് താരയെക്കുറിച്ചും ഇതേപോലെയുള്ള പോസ്റ്റുകൾ ആ ഗ്രൂപ്പിൽ വന്നു. ഇപ്രാവശ്യം ഒന്നിലധികം അമ്മമാരായിരുന്നു മെസ്സേജുകൾ പോസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ താര ബ്രെറ്റിന്റെ മകനെ നല്ല രീതിയിലായിരുന്നു നോക്കിയിരുന്നത്. മാത്രമല്ല മകനോടും താരയോടും ഇതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ പോലെ ഒന്നും നടന്നായിട്ട് അവർക്ക് തോന്നിയില്ല. പക്ഷെ ഓൾറെഡി ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ബ്രെറ്റ് ജെഫ് അറിയാതെ അവളെ വാച്ച് ചെയ്യാൻ ചാൾസിനെ ഏൽപ്പിച്ചു. അപ്പോൾ ജെഫ് ബ്രെറ്റിനോട് എന്നിട്ട് ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്തെങ്കിലും കണ്ടുപിടിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ബ്രെറ്റ് പറയുന്നു. അത് ഓൾറെഡി ചാൾസ് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ടാണ് ചാൾസിനോട് ഇനി താരയെ ഫോളോ ചെയ്യേണ്ട എന്ന് ബ്രെറ്റ് പറഞ്ഞത്. അപ്പോൾ ഗ്രൂപ്പിലിട്ട മെസ്സേജ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ ബ്രെറ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോർഗൻ ഫോൺ വാങ്ങി അതെല്ലാം നോക്കുന്നു. അതിൽ കരീന എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് റോസയെ കുറിച്ചും പിന്നീട് താരയെ കുറിച്ചും മെസ്സേജുകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കരീനയെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉവ്വ, പക്ഷെ അവൾക്ക് വേറെ കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ മോർഗൻ കുറെ നേരമായി ഇരിക്കുന്നു. അല്പം ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് വീടിന്റെ ഉള്ളിലൂടെ വെറുതെ നടക്കുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുറെ സാധനങ്ങളിലേക്കെല്ലാം അവൾ നോക്കുന്നുണ്ട്. അടുക്കളയുടെ അലമാരയുടെ ഉള്ളിൽ ഒരു പച്ച ദിനോസർ നക്ഷത്രം ഒക്കെ ഉള്ള ഒരു ലഞ്ച് ബോക്സ് കാണുന്നുണ്ട്. അതിൽ സ്പൈസ് ഗേൾസിലെ സ്പോർട്ടി സ്പൈസിന്റെ ഒരു പടം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ മോർഗൻ ഇവിടെ നാനിക്കാം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ജെഫ് പിന്നെയും ഞെട്ടുന്നു. കാരണം അതും ബ്രെറ്റാണ് ചെയ്തത് ജെഫിനോട് പറയാതെ. കാരണം റോസ ആദ്യം അവരുടെ മകനോട് അങ്ങനെ ചെയ്തുകൊണ്ട് ബ്രെറ്റ് വല്ലാതെ ഭയന്നിരുന്നു. അതുകൊണ്ടാണ് അവൻ വീടിന്റെ അകത്തും ക്യാമറ വെച്ചത്. അപ്പോൾ അവൻ ക്യാമറ എവിടേക്കാണ് വെച്ചിരിക്കുന്നത് എന്ന് മോർഗൻ കൃത്യമായിട്ട് പറയുന്നു. ഒരു ചെടിച്ചട്ടിയുടെ ഉള്ളിൽ, ഒരു ഗ്ലോബിന്റെ ഉള്ളിൽ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ടോയ് റോബോട്ടിന്റെ ഉള്ളിൽ, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബ്രെറ്റ് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു എന്ന് കാരഡയ്ക്ക് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഒരു കപ്പിൾസ് കൗൺസിലറുമായിട്ട് വീഡിയോ കോളിലായിരുന്നു എന്ന് അവർ പറയുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാരഡയ്ക്ക് മോർഗനോട് ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ട കരീനയുടെയും അതേപോലെ താരയെക്കുറിച്ച് പോസ്റ്റുകൾ ഇട്ട മറ്റമ്മമാരുടെയും ഡീറ്റെയിൽസ് എടുക്കാൻ ഡാഫ്നിയോട് പറയണം എന്ന് പറയുന്നു. അടുത്ത സീനിൽ രാത്രിയായി മോർഗന്റെ വീട് കാണിക്കുന്നു. അവിടെ ഏവിയുടെ ബോയ് ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. എന്താണല്ലേ, കൊച്ചു പിള്ളേരാ. ഈ പ്രായത്തിലൊക്കെ രാത്രിയിൽ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിൽ വിളിച്ചിരുത്തിരിക്കുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഒന്നും പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സീൻ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മുടെ പോരാളി എന്തായിരിക്കും പറയാ അല്ലെ ചെയ്യുക? അപ്പൊ എലീറ്റ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോർഗൻ ലൂയിസ് പറഞ്ഞ 900049 പാരന്റ്സ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് അയച്ചിരുന്നു. പക്ഷെ അത് റിജക്ട് ആയി. കാരണം ആ ഗ്രൂപ്പിൽ ആ ഏരിയയിലുള്ളവർക്ക് മാത്രമാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. മോർഗൻ ആ ഏരിയയിലല്ല താമസിക്കുന്നത്. അതിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ആളുകളെ പരിചയപ്പെട്ട് താരയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയാനായിരുന്നു അവളുടെ പ്ലാൻ. പക്ഷെ നടന്നില്ല. അപ്പൊ അവൾ ആകെ കലിപ്പിലാകുന്നുണ്ട്. അപ്പൊ എലീറ്റ് അവന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, എനിക്ക് ഗിഫ്റ്റ് മേടിക്കണമെന്ന് മോർഗനോട് പറഞ്ഞപ്പോൾ എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് അവൾ ചോദിക്കുന്നു. അപ്പോൾ എലീറ്റ് തിരിഞ്ഞ് ഏവിയോട് ഒരു സജഷൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് തൊട്ടടുത്തിരുന്ന് മൊബൈലിൽ ചാറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. അപ്പൊ മോർഗൻ ഏവിയെ വിളിച്ച് നിന്റെ അനിയൻ ചോദിച്ചതിന് മറുപടി പറയാൻ പറഞ്ഞപ്പോൾ എന്ത് ഗിഫ്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല, ഇവിടെ 15 വയസ്സുകാരനായിട്ട് അവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ബോയ് ഫ്രണ്ട് ആയിട്ട് ചാറ്റ് ചെയ്ത് ചിരിക്കുന്നു. അത് കേട്ട് എലീറ്റിന് ചെറുതായിട്ട് സങ്കടമാകുന്നുണ്ട്. ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ അനിയനെ വേണ്ട. അപ്പോൾ ബോയ് ഫ്രണ്ട് ചെക്കൻ എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ടോയ് സ്റ്റോറി ആയിരുന്നു ഇഷ്ടം എന്ന് എലീറ്റിന് ഒരു സജഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ മോർഗൻ എലീറ്റിനോട് അകത്ത് പോയി നിന്റെ മരുന്ന് എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞു വിടുന്നു. ഏവിയും ബോയ് ഫ്രണ്ട് അങ്ങനെ ചിരിച്ചു കളിച്ചിരിക്കുന്നത് മോർഗൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. മുഖമൊക്കെ ആകെ മാറുന്നുണ്ട്. പക്ഷെ ഒന്നും പറയുന്നില്ല എന്ന് മാത്രം അവസ്ഥ. പിറ്റേ ദിവസം ചാൾസ് കാരഡക്ക് പറഞ്ഞ പോലെ ഫോട്ടോസ് എല്ലാം ഒരു
ഒരു USB-യിലാക്കിയിട്ട് LAPD ഓഫീസിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ USB ഓസിന് കൊടുക്കുന്നു. അപ്പോൾ ഡാഫ്നി ഞാൻ താരയുടെ ഫോൺ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് ആ ഫോൺ എടുത്ത് അവളുടെ സീറ്റിൽ ചെന്നിരിക്കുന്നു. അതേസമയം കാരഡക്ക് മോർഗനും കരീന എന്ന് പറഞ്ഞ ആ പോസ്റ്റ് ഇട്ട സ്ത്രീയുടെ വീട്ടിലേക്ക് എന്നിട്ട് ആ പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ കരീന പറയുന്നത് ആ പോസ്റ്റ് ഒന്നും അവൾ ഇട്ടതല്ല, ആദ്യത്തെ പോസ്റ്റ്, അതായത് റോസയെ കുറിച്ച് പറഞ്ഞ പോസ്റ്റ് അത് അവൾ ഇട്ടതാണ്. കാരണം റോസ് അന്ന് ചെയ്തത് വലിയൊരു തെറ്റാണ്. ഒരു കൊച്ചുകുട്ടിയെ ശ്രദ്ധിക്കാതെ ആ കുട്ടി റോഡ് സൈഡ് വരെ എത്തി, എന്തെങ്കിലും അപകടം സംഭവിച്ചേനെ. അപ്പോൾ അതുകൊണ്ട് അവൾ ഇട്ട പോസ്റ്റാണിത്. പക്ഷേ അതിനുശേഷം ഒരുപാട് പേര് അവൾക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, നീ കാരണം ഒരു പാവ സ്ത്രീയുടെ ജോലി പോയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് ശല്യമായപ്പോൾ കരീന അവളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തു എന്ന് പറയുന്നു. മോർഗൻ ആ സമയം എപ്പോഴത്തെയും പോലെ ആ വീടിനകത്തെല്ലാം ചുമ്മാ ഒന്ന് നടന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ കരീനയും ഭർത്താവും കുട്ടിയുള്ള ഫോട്ടോയും വേറെ കുറെ ഫോട്ടോസും എല്ലാം അവൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ താരയെ അറിയില്ലെന്നാണ് കരീന പറയുന്നത്. അങ്ങനെ അവർ കരീനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. താരയുടെ വീട്ടിലേക്കാണ് അവരിപ്പോൾ പോകുന്നത്. അപ്പോൾ ഡാഫ്നി കാരഡക്കിനെ ഫോണിൽ വിളിച്ചിട്ട് താരയുടെ ഫോണിൽ ലിറ്റിൽ സ്കെച്ച് എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോൺടാക്റ്റിൽ നിന്നും കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, അത് ഞാൻ ഫോർവേഡ് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. അവളത് മോർഗന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നു. ആ മെസ്സേജുകളെല്ലാം കവിതാപരമായ നല്ല ഒലിപ്പീര് മെസ്സേജുകളായിരുന്നു. അങ്ങനെ അവർ താരയുടെ വീട്ടിലേക്ക് എത്തി പരിശോധിക്കുന്നു. അതൊരു ചെറിയ അപ്പാർട്ട്മെന്റ് ആണ്, പക്ഷെ വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ കാരഡക്ക് നമുക്കിത് നല്ല രീതിയിൽ പരിശോധിക്കണം, ഞാൻ മേശയിൽ പരിശോധിക്കാം, നീ എന്ന് പറഞ്ഞത് മോർഗൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് എടുത്ത് അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ബെഡിന്റെ മേലേക്ക് കുടഞ്ഞിടുന്നു. അത് കണ്ട് കാരഡക്ക് വല്ലാതാവുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ബൈബിളും കൊന്തയുണ്ടായിരുന്നു. അതെടുത്ത് മോർഗൻ താര ഒരു ദൈവവിശ്വാസിയായിരുന്നു എന്ന് പറയുന്നു. പിന്നെ സാമ്പത്തികമായിട്ടും അവൾ വല്ലാതെ ഞെരുക്കത്തിലായിരുന്നു. കാരണം അവർക്ക് അവിടെ നിന്നും കുറെ ബില്ലുകളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ കരീന അവളെ കുറിച്ച് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെപ്പർ സ്പ്രേ ഉണ്ട്. അപ്പൊ അവിടെ ഒരു വക്കീലിന്റെ നമ്പർ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ട കാരഡക്ക് ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അത് ഇമിഗ്രേഷന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വക്കീൽ ഓഫീസാണ്. അതെന്തിനാണ് അങ്ങനെ ഒരു ഓഫീസുമായിട്ട് താര കോൺടാക്ട് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കലണ്ടറിൽ നോക്കിയപ്പോൾ താര കൊല ചെയ്യപ്പെട്ട രാത്രിയിൽ പള്ളിയിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവൾ പള്ളിയിൽ വന്നിരുന്നു എന്ന് അന്വേഷിക്കാൻ പറയാം എന്ന് കാരഡക്ക് പറയുന്നുണ്ട്. മോർഗൻ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബിൻ എടുത്ത് അതിനകത്ത് പരിശോധിച്ചപ്പോൾ അവൾക്കൊരു പരസ്യത്തിന്റെ പേപ്പർ കിട്ടുന്നു. ഞായറാഴ്ച രാത്രി എവിടെയോ ഒരു കവിതാ പരിപാടി നടക്കുന്നതിന്റെ ആയിരുന്നു അത്. അപ്പൊ താരയ്ക്ക് ലിറ്റിൽ സ്കെച്ച് എന്ന് പറഞ്ഞ കോൺടാക്റ്റിൽ നിന്നും കുറെ കവിതാപരമായ ഒലിപ്പീര് മെസ്സേജുകൾ കിട്ടിയിരുന്നല്ലോ. അത് ഇതും തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ അയാളെ ഈ പരിപാടിക്ക് എന്നാൽ ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മോർഗൻ പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് മോർഗന്റെ വീടാണ്. രാത്രിയായി അവൾ ആ കവിതാ പരിപാടിക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ ഏവ ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനൊപ്പം എവിടെയോ ആണ്. എലീറ്റ് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അവൻ ആദ്യം പറഞ്ഞ കൂട്ടുകാരനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് മോർഗൻ വാങ്ങിയിരുന്നു. അത് അവന് കൊടുത്തപ്പോൾ വേണ്ട എന്ന് എലീറ്റ് പറയുന്നു. അതെന്ത് പറ്റിയെന്ന് മോർഗൻ ചോദിച്ചപ്പോൾ അവനെ മാത്രം ആ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടില്ല. പാവം കുട്ടി സങ്കടത്തിലാണ്. അപ്പൊ മോർഗൻ അത് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, ഇനി അങ്ങനെ അല്ലെങ്കിലും ഈ സമ്മാനം മോൻ വെച്ചെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഏവ വീട്ടിലേക്ക് വരുന്നു. അവൾ അപ്പോഴും ബോയ് ഫ്രണ്ടായിട്ട് മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടാണ് കയറി വരുന്നത്. അവനാണ് അവളെ ഇപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തത്. അപ്പൊ ഇനി മേലെ രാത്രിയിൽ കറങ്ങി നടക്കരുതെന്ന് പറഞ്ഞിട്ട് മോർഗൻ ആ കവിത പരിപാടിയിലേക്ക് പോകുന്നു. കാരഡൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ഒരുത്തൻ താരയുടെ ഒരു ഫോട്ടോ ഒക്കെ പിടിച്ച് താരയെ കുറിച്ച് തന്നെ ഒരു കവിത ചൊല്ലുന്നു. അവൻ കവിത ചൊല്ലിക്കഴിഞ്ഞതും എല്ലാവരും കൈ ഞൊട്ടുന്നുണ്ട്. കൈ കൊട്ടുകയല്ല, കൈ ഇങ്ങനെ ഞൊട്ടില്ലേ, അങ്ങനെയാണ് അവിടെ കൈയടിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ അവനാണ് താര ലിറ്റിൽ സ്കെച്ച് എന്ന് സേവ് ചെയ്തിരിക്കുന്ന ആളെന്ന് കാരഡക്കിനും മോർഗനും മനസ്സിലായി. അവർ അവന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമാണ്, താരയെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ താരയെ കൊന്നത് ആരാണെന്ന് എനിക്കറിയാമെന്ന് അവൻ പറയുന്നു. അപ്പൊ അവനോട് സ്റ്റേഷനിലേക്ക് വരാൻ അവർ പറയുന്നു. അടുത്ത സീനിൽ LAPD ഓഫീസ് കാണിക്കുന്നു. ചാൾസും അവിടെയുണ്ട്. അപ്പോൾ നീ എന്തിനാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചീഫ് കാരഡക്കിനോട് ചോദിക്കുന്നുണ്ട്. കാരണം ചാൾസിന്റെ സ്വഭാവം ചീഫിനും അറിയാം. എന്തായാലും ചാൾസ് എടുത്ത ഫോട്ടോകളിൽ നിന്നും കരീനയുടെ ഭർത്താവ് മാർക്ക് താരയുമായിട്ട് ഒരുപാട് അടുത്തിടപഴകുന്ന ഫോട്ടോകളെല്ലാം പോസ് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ ഒരെണ്ണത്തിൽ അവൻ താര ഇരിക്കുന്നതിന്റെ പുറകിലായിട്ട് ഒരു ബേസ്ബോൾ ബാറ്റും പിടിച്ച് അവളെയും നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ട്. അപ്പോൾ മോർഗൻ ആദ്യം കാണിച്ച ഫോട്ടോ ഒന്നുകൂടി കാണിക്കാൻ ഓസിനോട് പറഞ്ഞിട്ട് അതിൽ താര ഇട്ടിരിക്കുന്ന ഉടുപ്പ് മാർക്കിന്റെ ആണെന്ന് പറയുന്നു. അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന് കാരഡയ്ക്ക് വെച്ചപ്പോൾ ആ ഉടുപ്പിൽ ഒരു ബാസ്കറ്റ്ബോൾ ടീമിന്റെ ലോഗോ ഉണ്ട്. ആ ടീമിന്റെ സ്ഥലവും മാർക്കിന്റെ സ്ഥലവും ഒന്ന് തന്നെയാണ്. മാർക്കിന്റെ സ്ഥലം അവൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ മാർക്കിന്റെ വീട്ടിലൊരു ഫോട്ടോയിൽ നിന്നുമാണ്. അപ്പൊ അത് കേട്ട ചീഫ് ഡാഫ്നിയോട് മാർക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് അവനും താരയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്ന് അറിയണം എന്ന് പറയുന്നു. അപ്പോൾ ഇന്നലെ ആ കവിത ചൊല്ലുവിന് അങ്ങോട്ട് എത്തുന്നു. അവന്റെ പേര് ബ്രയാൻ, കൂടെ അവന്റെ ലോയറും ഉണ്ട്. ഇന്നലെ അവനോട് വരണമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ എത്തിയതാണ് അവൻ. അപ്പൊ അവനെ ചോദ്യം ചെയ്യാൻ പോകാൻ തുടങ്ങിയപ്പോൾ മോർഗൻ ഒരു ഫോൺ വരുന്നു. അത് ഇന്നലെ എലിയേറ്റ് പറഞ്ഞില്ലേ അവന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അവനെ മാത്രം ക്ഷണിച്ചില്ല എന്ന്. ആ കുട്ടിയുടെ അമ്മയാണ്. മോർഗൻ ആദ്യം അവളെ വിളിച്ചിരുന്നു, പക്ഷെ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ഇപ്പൊ തിരിച്ചു വിളിച്ചാണ്. അപ്പൊ മോർഗൻ അവളോട് ബർത്ത്ഡേ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ട് എലിയേറ്റിനെ മാത്രം ക്ഷണിച്ചില്ല, വിട്ടുപോയതാണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ മകൻ തന്ന ലിസ്റ്റിലുള്ള എല്ലാവരും വിളിച്ചിട്ടുണ്ട്, പിന്നെ ഇതൊരു ചെറിയ പരിപാടിയാണ്, അവളുടെ മകനും എലിയേറ്റും തമ്മിൽ ഒരുപക്ഷെ അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കില്ല എന്ന് അവൾ പറയുന്നു. അപ്പൊ മോർഗൻ അങ്ങനെയാണെങ്കിൽ അവനെ നാളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് ക്ഷണിക്കുന്നു. എലിയേറ്റുമായിട്ട് കുറച്ചു നേരം കളിച്ചിരുന്നാൽ കൂടുതൽ ഫ്രണ്ട്ലി ആവാം എന്ന് പറഞ്ഞാണ്. അത് ആ കുട്ടിയുടെ അമ്മ സമ്മതിക്കുന്നു. നല്ലൊരു അമ്മയാണ് മോർഗൻ. മകന്റെ സങ്കടം അറിഞ്ഞ് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവള്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് മോർഗൻ കാരഡക്കിന്റെ ഒപ്പം ബ്രയാന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനോട് താര മരിച്ച രാത്രി നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ താരയുടെ അപ്പാർട്ട്മെന്റിന് പുറത്തുണ്ടായിരുന്നു. അവിടെ ഒരു ലൗഡ് സ്പീക്കറിൽ ലവ് സോങ് ഒക്കെ വെച്ചുകൊണ്ടെന്ന് അവൻ പറയുന്നു. അപ്പൊ നീ ഇന്നലെ താരയെ കൊന്നത് ആരാണെന്ന് നിനക്ക് അറിയാമെന്ന് പറഞ്ഞില്ലേ, ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് മാർക്കാണെന്ന് ബ്രയാൻ പറയുന്നു, കരീനയുടെ ഭർത്താവ്. മാർക്കിന് താരയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ താരയ്ക്ക് അവനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല.
ആ ദേഷ്യത്തിൽ മാർക്ക് താരയെ കൊന്നതാണ് എന്ന് ബ്രയാൻ പറയുന്നു. അത് കേട്ട് കാരഡക്കും മോർഗനും പരസ്പരം നോക്കുന്നുണ്ട്. ഇതേസമയം ചീഫ് പറഞ്ഞതനുസരിച്ച് ഡാഫ്നി മാർക്കിന്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് അവനും താരയും പാർക്കിൽ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അവൾ ഇട്ടിരിക്കുന്നത് നിന്റെ ഷട്ടറിലെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവനും താരയും തമ്മിൽ ശരിക്കും ഒരു സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മാർക്കിന്റെ മകളും ബ്രെറ്റിന്റെ മകനും ഒരുമിച്ചാണ് പാർക്കിൽ കളിക്കുന്നത്. അങ്ങനെ മാർക്കിനും താരയ്ക്കും തമ്മിൽ പരസ്പരം അറിയാം. പിന്നെ താര അനാഥയാണെന്ന് അറിഞ്ഞപ്പോൾ മാർക്ക് അവളോട് നല്ലൊരു സൗഹൃദത്തിലായി. അപ്പൊ ഡാഫ്നി മാർക്ക് ആ ബേസ്ബോൾ ബാറ്റ് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് ഇതിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ ബാറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. മാർക്ക് അത് എടുത്തു കാണിച്ചിട്ട് ഇത് പ്ലാസ്റ്റിക് ബാറ്റ് ആണ്, ഇതുകൊണ്ട് അടിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ തലയിൽ തന്നെ അടിച്ച് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് ഡാഫ്നി അല്പം നിരാശയിലാവുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് മോർഗന്റെ വീടാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ ബർത്ത്ഡേ ബോയ് എത്തിയിട്ടുണ്ട്. അവനും എലിയറ്റും സോഫയിൽ ഇരിക്കുകയാണ്. പക്ഷെ അവൻ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എലിയറ്റ് അവനോട് സംസാരിച്ച് ഫ്രണ്ട്ലി ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ പയ്യൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ മോർഗൻ അവർക്ക് കഴിക്കാൻ കുക്കീസ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ പയ്യൻ എനിക്കത് വേണ്ട, ഷുഗർ ഇല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് മോർഗൻ അടുക്കളയിലേക്ക് പോകുന്നു. അപ്പോൾ എലിയറ്റ് വീണ്ടും അവനോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവൻ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം തോറ്റു പോകുന്നു. അതിനവൻ എലിയറ്റിനെ ചീത്ത പറഞ്ഞിട്ട് നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒരു സെക്കൻഡ് പോലും വായടച്ചിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്റെ ബർത്ത്ഡേക്ക് വിളിക്കാത്തത്, എന്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നു. അത് കേട്ട് എലിയറ്റിന് സങ്കടാവുന്നുണ്ട്. മോർഗൻ അത് കേട്ടിരുന്നു. ഒരു സെക്കൻഡ് നേരത്തേക്ക് അവൾ ഷോക്കായി പോകുന്നു. എന്നിട്ട് അവൾ പതുക്കെ ആ പയ്യന്റെ അടുത്ത് വന്നിട്ട് അടുത്ത ദിവസം ഞാൻ എല്ലാവരും ഒരു സ്ഥലത്ത് ടൂർ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ നിന്നെ മാത്രം ഞാൻ ക്ഷണിക്കുന്നില്ല, ഇനി മര്യാദയ്ക്ക് നീ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തു പോയി നിന്റെ അമ്മ വരാൻ വേണ്ടി കാത്തു നിന്നോളൂ എന്ന് പറഞ്ഞ് ആ പയ്യനെ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. അവൻ പുറത്തു പോയതിനു ശേഷമാണ് മോർഗന് റിലേ വീഴുന്നത്. അവൻ എലിയറ്റിനോട് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അവളുടെ കയ്യിൽ നിന്നും പോയതാണ്. ശരിക്കും ഞാൻ പറഞ്ഞത് മോശമായി പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ വളരെ മോശമായി പോയി എന്ന് എലിയറ്റ് പറയുന്നു. അപ്പോൾ അവൾ എലിയറ്റിന്റെ അടുത്ത് വന്നിരുന്നിട്ട് മോൻ വിഷമിക്കണ്ട, മോനെ പോലെ ഒരു സുഹൃത്തിനെ അവൻ അർഹിക്കുന്നില്ല എന്ന് പറയുന്നു. അതാണ് അമ്മ, അത്രയുള്ള കാര്യം, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. പക്ഷെ എലിയറ്റ് സങ്കടത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് മോർഗൻ വല്ലാതാവുന്നുണ്ട്. സാരമില്ല, അവൻ പയ്യനല്ലേ, ശരിയായിക്കോളും. അടുത്ത സീനിൽ ചീഫിന്റെ ഓഫീസ് കാണിക്കുന്നു. അവിടെ കാനഡക്കും മോർഗനും ചീഫും താരയുടെ കേസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓസ് ഫോട്ടോകളുമായിട്ട് വന്നിട്ട് ചാൾസ് എടുത്ത ഫോട്ടോയിൽ താരയും മറ്റുള്ള നാനിമാരും ഒപ്പമുള്ള ഫോട്ടോകൾ ഒരുപാടുണ്ട്. അതിനർത്ഥം അവർ ഡെയിലി കാണാറുണ്ട് എന്നാണ്. പക്ഷെ തുടക്കത്തിൽ മറ്റു നാനിമാർ പറഞ്ഞത് താരയെക്കുറിച്ച് കൂടുതലൊന്നും അവർക്ക് അറിയില്ല, അവൾ അധികം പരിചയമില്ല എന്നൊക്കെയായിരുന്നു. എന്നാൽ അവർക്ക് അവർ പറഞ്ഞാലും കൂടുതൽ കാര്യങ്ങൾ അറിയാം. മോർഗൻ അപ്പോൾ ആ ഫോട്ടോയിലേക്ക് എല്ലാം സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു നാനിയുടെ കയ്യിൽ ഒരു പർപ്പിൾ കളർ ലഞ്ച് ബോക്സ് ഇരിക്കുന്ന അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ചീഫ് ആ നാനിമാരെ എല്ലാം ഒന്നുകൂടെ പോയി കണ്ട് നമ്മൾ മിസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ എന്ന് അറിഞ്ഞിട്ട് വരാൻ പറയുന്നു. അങ്ങനെ അവർ പാർക്കിലെത്തി വീണ്ടും ആ നാനിമാരെ എല്ലാം കണ്ട് താരയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് താര വളരെ നല്ലൊരു ആളായിരുന്നു, പിന്നെ അവൾ ജോലി ചെയ്തിരുന്നത് മണിക്കൂറിന് $10 അത് ഞങ്ങൾക്ക് കിട്ടുന്നതിലും വളരെ കുറവാണ്. പിന്നെ അതിലൊരു നാനി പറയുന്നത് താര മരിച്ച ദിവസം വൈകുന്നേരം ഞാൻ ഇവരെല്ലാവരും പുറത്തു പോകാനായിട്ട് ക്ഷണിച്ചിരുന്നു, പക്ഷെ താര മാത്രം വന്നില്ല, വന്നിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പൊ അത് കേട്ട് മറ്റൊരു നാനി പാവം കുട്ടി എന്ന് പറഞ്ഞ് കുരിശു വരയ്ക്കുന്നുണ്ട്. പിന്നെ താര മാർക്കുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. പക്ഷെ മാർക്കിന്റെ ഭാര്യ കരീനയ്ക്ക് അതത്ര ഇഷ്ടമായിരുന്നില്ല. ഒരു ദിവസം കരീന പാർക്കിൽ വന്ന് മാർക്കുമായിട്ട് വഴക്ക് കൂടി എന്നും ആ നാനിമാര് പറയുന്നു. അപ്പൊ കരീനയ്ക്ക് ഇപ്പോൾ ഒരു മോട്ടീവ് ഉണ്ട്. അവൾക്ക് മാർക്കും താരയും തമ്മിലുള്ള സൗഹൃദം ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ആ ദേഷ്യത്തിൽ അസൂയയിലും അവളായിരിക്കും താരയെ കൊലപ്പെടുത്തി എന്ന് കാനഡക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഡാഫ്നി വിളിച്ചിട്ട് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ താരയ്ക്കെതിരെ പോസ്റ്റുകൾ ഇട്ട ഐഡിയകൾ ഒന്നും ഒറിജിനൽ അല്ല, അതെല്ലാം ആരോ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ അവർ കരീനെ ശരിക്കും സംശയിക്കുന്നു. അങ്ങനെ അവർ കരീനെ കാണാനായിട്ട് അവളുടെ ഓഫീസിലേക്ക് എത്തുന്നു. എന്നിട്ട് അന്ന് അവൾ എന്തിനാണ് മാർക്കിനോട് ചൂടായതെന്ന് ചോദിച്ചപ്പോൾ കരീന ശരിക്കും ദേഷ്യപ്പെട്ടത് മാർക്ക് അവൾ പറഞ്ഞൊരു പണി മര്യാദയ്ക്ക് ചെയ്തില്ല അതുകൊണ്ടാണ്, അല്ലാതെ കരീനയ്ക്ക് താരയോട് ഒരു പ്രശ്നവുമില്ല. കാരണം മാർക്ക് ഒരിക്കലും ഒരു നാനിയുടെ പുറകെ പോകും എന്ന് കരീന വിശ്വസിക്കുന്നില്ല. അപ്പൊ കരീന ഞാൻ പോസ്റ്റ് ഇട്ടത് താരയെ കുറിച്ചല്ല, റോസയെ കുറിച്ചാണ്. അത് ഞാൻ എന്റെ മകളെ ഒരു പ്രാവശ്യം കഥ പറയുന്നത് കേൾപ്പിക്കാൻ വേണ്ടി ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയതാണ്. അന്നേരമാണ് ആ സംഭവം നടക്കുന്നത്. അത് കണ്ടപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ഭയന്നുപോയി. അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. പക്ഷെ പിന്നീട് അത് എനിക്ക് തന്നെ പാരയായി. അപ്പൊ ഞാൻ ആ അക്കൗണ്ട് ഡിലീറ്റും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ മോർഗൻ പെട്ടെന്ന് ലൈബ്രറിയിൽ കഥ പറയുന്നത് ഏത് സമയത്താണെന്ന് ചോദിച്ചപ്പോൾ ഉച്ചയ്ക്കായിരുന്നു എന്ന് കരീന പറയുന്നു. അപ്പൊ മോർഗൻ കാനഡക്കിനോടും ഓസിനോടും താരയെക്കുറിച്ചുള്ള എല്ലാ പോസ്റ്റുകളും ഇട്ടിരിക്കുന്നത് 12 മണിക്കും 1 മണിക്കും ഇടയിലാണ്. അപ്പൊ ഈ സമയമാണ് എല്ലാ നാനിമാർക്കും ഒരല്പം വിശ്രമം കിട്ടുന്നത്. കാരണം കുട്ടികൾ ആ കഥ കേൾക്കുന്ന സ്ഥലത്താണല്ലോ. അപ്പൊ നാനിമാരെ കുറിച്ചെല്ലാം കംപ്ലൈന്റ് വരുന്ന ഒരു ഗ്രൂപ്പിൽ ആരും അറിയാതെ കടന്നു കയറാൻ ആർക്കായിരിക്കും താല്പര്യം ഉണ്ടാകുക? നാനിമാർക്ക് തന്നെ എന്ന് മോർഗൻ പറയുന്നു. അപ്പൊ ആ മറ്റു നാനിമാരാണ് ഫേക്ക് അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. എന്നിട്ട് അവരാണ് കരീനയ്ക്ക് നീ കാരണമാണ് റോസയുടെ ജോലി പോയത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജുകൾ അയച്ചത്. പിന്നീട് കരീനയ്ക്ക് അവളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നീട് താര ജോലിക്ക് വന്നതിന് ശേഷം ഈ നാനിമാർ കരീനയുടെ പേരിൽ വേറൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. എന്നിട്ട് കരീനയുടെ ഫേക്ക് അക്കൗണ്ടിൽ കൂടിയും അവരല്ലാതെ ഉണ്ടാക്കിയിരുന്ന മറ്റ് ഫേക്ക് അക്കൗണ്ടിൽ കൂടിയും താരയ്ക്കെതിരെ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി. അപ്പൊ കാനഡക്ക് പക്ഷെ ആ നാനിമാർ പറഞ്ഞത് അവർക്ക് താര ഇഷ്ടമായിരുന്നില്ല എന്നാണെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം നിന്റെ തോന്നലാണെന്ന് മോർഗൻ പറയുന്നു. അവർക്ക് ശരിക്കും താര ഇഷ്ടമായിരുന്നില്ല. കാരണം അവരും റോസയും എല്ലാം ഒരു ഗ്യാങ് ആയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം റോസയുടെ ജോലി പോയി. ആ സ്ഥാനത്തേക്ക് പകരം ഒരാൾ വന്നപ്പോൾ അവർക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കുശുമ്പ് അത് തന്നെ. ഇനി ഈ നാനിമാർ കൊണ്ടുവരുന്ന കുട്ടികളുടെ ലഞ്ച് ബോക്സിന്റെ മുകളിൽ സ്പൈസ് ഗേൾസ് ഗ്രൂപ്പിലെ ഓരോരുത്തരുടെ പടങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്പൈസ് ഗേൾസ് ഗ്രൂപ്പിലാണ് നമ്മുടെ ഡേവിഡ് ബെക്കാമിന്റെ ഭാര്യ വിക്ടോറിയ ബെക്കം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കൊച്ചുകുട്ടികൾ എന്തായാലും സ്പൈസ് ഗേൾസിന്റെ ആരാധകരൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതിലൊരു സ്പൈസ് ഗേളിന്റെ ഫോട്ടോ ഒടിച്ച ലഞ്ച് ബോക്സ് ജെഫിന്റെയും ബ്രെറ്റിന്റെയും വീട്ടിലെ അടുക്കളയുടെ ആ
അലമാരയ്ക്കുള്ളിൽ ഇരിക്കുന്നത് കണ്ടിരുന്നു. താര ആ ലഞ്ച് ബോക്സ് ഉപയോഗിച്ചിരുന്നില്ല. കാരണം ഈ സ്പൈസ് ഗേൾസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചത് ആ നാനിമാരാണ്. ആ ഗ്രൂപ്പിലെ 5 ഗേൾസിനെ ഇവരായിട്ട് സങ്കല്പിച്ചുകൊണ്ട് താരയെ അവരുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പൊ കാരഡക്ക് താര റോസയ്ക്ക് വരും വന്നുകൊണ്ട് ആ ദേഷ്യത്തിൽ ഈ നാനിമാരെല്ലാം ചേർന്നാണോ താരയെ കൊലപ്പെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ മോർഗൻ എല്ലാവരും ഇല്ല, കൂട്ടത്തിലുള്ള ഒക്സാന എന്ന് പറഞ്ഞ നാനി മാത്രം എന്ന് പറയുന്നു. കാരണം കരീന റോസയെ കുറിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ദിവസം ടൈപ്പ് ചെയ്തപ്പോൾ അതിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലാണ്. എന്നാൽ അവളുടെ പേരിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പോസ്റ്റുകൾ ഇട്ടപ്പോൾ അതിൽ ദിവസങ്ങളുടെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ അല്ല. റഷ്യയിൽ ദിവസങ്ങൾ എഴുതുമ്പോൾ അവർ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാറില്ല. ഒക്സാന റഷ്യക്കാരിയാണ്. അപ്പോൾ ഒക്സാന ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി താരയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടു എന്ന് വിചാരിച്ച് അവൾ താരയെ കൊന്നു എന്ന് അർത്ഥമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ മോർഗൻ ഒക്സാന കുരിശ് വരച്ച് ശ്രദ്ധിച്ചിരുന്നു എന്ന് ചോദിച്ചിട്ട് കാത്തലിക്സും ഓർത്തഡോക്സുകാരും മതപരമായി ചെയ്യുന്ന ചടങ്ങുകൾ തമ്മിൽ പലതിനും വ്യത്യാസമുണ്ട്. അതിലൊന്നാണ് കുരിശ് വരയ്ക്കുന്നത്. കാത്തലിക്സ് 5 വിരലുകൾ ഉപയോഗിച്ച് നെറ്റിയിൽ നിന്നും നെഞ്ചിലെത്തി പിന്നെ ഇടത് ഷോൾഡറിൽ നിന്നും വലത് ഷോൾഡറിലേക്കാണ് കുരിശ് വരയ്ക്കുന്നത്. ഓർത്തഡോക്സുകാർ 3 വിരലുകൾ ഉപയോഗിച്ച് നെറ്റിയിൽ നിന്നും നെഞ്ചിലെത്തി പിന്നെ വലത് ഷോൾഡറിൽ നിന്നും ഇടത് ഷോൾഡറിലേക്കാണ് കുരിശ് വരയ്ക്കുന്നത്. അപ്പൊ അന്ന് അവർ നാനിമാരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒക്സാന കുരിശ് വരച്ച് കണ്ടത് ഓർത്തഡോക്സുകാർ കുരിശ് വരയ്ക്കുന്ന പോലെയാണ്. ഇനി കാത്തലിക്സ് ഉപയോഗിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്, ഓർത്തഡോക്സുകാർ ഉപയോഗിക്കുന്നത് ജൂലിയൻ കലണ്ടറും. രണ്ടിലെയും ആഘോഷങ്ങൾ ഒന്ന് തന്നെയാണ്. പക്ഷെ ചില ആഘോഷങ്ങൾ 2 കലണ്ടറിലും വ്യത്യസ്ത ദിവസങ്ങളിലായിരിക്കും വരുന്നത്. താര ഒരു കാത്തലിക്കനാണ്. കാരണം അവളുടെ മുറിയിൽ അന്ന് പരിശോധിച്ചപ്പോൾ അവർക്കൊരു കൊന്ത കിട്ടിയിരുന്നു. അത് കാത്തലിക്കാർ ഉപയോഗിക്കുന്ന കൊന്തയാണ്. ഇനി താരയുടെ വീട്ടിലെ കലണ്ടറിൽ അവൾ എക്സൽട്ടേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സൽട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളെന്നാണ്. അന്ന് ക്രിസ്ത്യൻസിന് പള്ളികളിൽ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ താര അത് മാർക്ക് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 27-നാണ്. എന്നാൽ കാത്തലിക്സ് അത് ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 14-നാണ്. അപ്പോൾ താര സെപ്റ്റംബർ 27-ന് അത് മാർക്ക് ചെയ്യാൻ കാരണം ഓർത്തഡോക്സുകാർ എക്സൽട്ടേഷൻ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 27-നാണ്. അതായത് ഒക്സാന. താര ശരിക്കും അന്ന് ഒക്സാന പോകുന്ന പള്ളിയിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. താരയ്ക്ക് മനസ്സിലായിരുന്നു ഒക്സാനയാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഫേക്ക് അക്കൗണ്ടിൽ നിന്നും താരയ്ക്കെതിരെ പോസ്റ്റർ ഇടുന്നതെന്ന്. അപ്പൊ അമേരിക്കയിൽ ഐഡന്റിറ്റിയിൽ കള്ളത്തരം കാണിച്ചാൽ, അതായത് ഇതുപോലെ ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ക്രൈമാണ്. ഒക്സാന രക്ഷക്കാരി ആയതുകൊണ്ട് പിടിക്കപ്പെട്ടാൽ അവളുടെ വിസ ക്യാൻസൽ ചെയ്ത് തിരിച്ച് റഷ്യയിലേക്ക് അയക്കുക വരെ ചെയ്തേക്കാം. അതുകൊണ്ടാണ് താരയുടെ മുറിയിൽ എമിഗ്രേഷൻ ലോയറുടെ ഓഫീസിലെ നമ്പർ കണ്ടത്. കാരണം താര ഒക്സാനയ്ക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പൊ അന്ന് രാത്രി ഒക്സാന അവളുടെ പള്ളിയിൽ നിന്നും പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി താര അവളെ കണ്ട് ചോദ്യം ചെയ്തിരുന്നു. അപ്പൊ താര സത്യങ്ങൾ മനസ്സിലാക്കി എന്നറിഞ്ഞ ഒക്സാന പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അവിടെ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് താരയുടെ തലക്കടിച്ചു. അങ്ങനെ താര നിലത്ത് വീഴുന്നു. അവൾ മരിച്ചുപോയെന്ന് വിചാരിച്ച് ഒക്സാന അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പക്ഷെ താര ശരിക്കും മരിച്ചിരുന്നില്ല. അവൾ അർത്ഥബോധാവസ്ഥയിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. എന്നാൽ ഒക്സാന അവൾ പിന്നെയും ആക്രമിക്കുന്നു ഭയന്ന് അവൾ ആ പാർക്കിലെത്തി ടണൽ സ്ലൈഡിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നു. എന്നാൽ അവിടെ വെച്ച് വീണ്ടും ബോധം പോയ താര പിന്നീട് മരിച്ചു പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അടുത്ത സീനിൽ കാരഡക്ക് മറ്റ് 3 നാനിമാരെയും വീണ്ടും ചോദ്യം ചെയ്യുന്നു. താര മരിച്ച രാത്രി നിങ്ങൾ ഒക്സാനയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ 3 പേരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒക്സാന ഭക്ഷണം ഉണ്ടാക്കി, ഞങ്ങൾ ഒരുമിച്ചത് കഴിച്ചു, പിന്നെ ഒരു മൂവി കണ്ടു. ഏകദേശം 1 മണിയോടുകൂടി എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പൊ കാരഡക്ക് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവിടുത്തെ നാനി ക്യാം ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ചിരിയൊക്കെ പോയി ഷോക്ക് അടിച്ച പോലെയാവുന്നു. അപ്പോൾ അവിടെ നാനി ക്യാം ഒന്നും ഇല്ലല്ലോ എന്നൊരു നാനി പറഞ്ഞപ്പോൾ കാരഡക്ക് നാനി ക്യാം വെക്കുന്നത് തന്നെ നാനി അറിയാതെ അവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ അതെങ്ങനെ അറിയുമെന്ന് ചോദിക്കുന്നു. അത് കേട്ട് പേടിച്ച് 3 നാനിമാരും സത്യം പറയുന്നു. അവർ രാത്രി ഒക്സാനയുടെ ഒപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒക്സാന പറഞ്ഞുകൊണ്ടാണ് അവർ കള്ളം പറഞ്ഞത്. താരയെ അടിച്ചത് ഒക്സാനയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് അവൾ പറഞ്ഞു എന്ന് പറയുന്നു. അടുത്ത സീനിൽ ഒക്സാനയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അവളെ സ്റ്റേഷന്റെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റു 3 നാനിമാരും ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ട്. ഒക്സാനയെ കണ്ട അവർ 3 പേരും ഒരേപോലെ മുഖം തിരിച്ച് നടന്നു പോകുന്നു. അവസാനം അവർ തേച്ചു. പിന്നെ കാരഡക്ക് ആ നാനിക്കാമിന്റെ കാര്യം അവരോട് ചുമ്മാ തള്ളിയതായിരുന്നു. കാരണം അവൻ അതൊന്നും മറ്റു വീടുകളിൽ പോയി പരിശോധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ട്രാപ്പിൽ അവർ വീണു. അത് കേട്ട് മോർഗൻ എടാ ഭയങ്കര എന്ന് അവനോട് പറയുന്നുണ്ട്. അപ്പൊ ഒക്സാനെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറയുന്നത് അവൾ റഷ്യയിൽ നിന്നും ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് അമേരിക്കയിലേക്ക് എത്തിയത്. അവളുടെ കുടുംബം വലിയ പീഡനമാണ് അവിടെ നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പീറ പെണ്ണ് കാരണം അവൾക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ മനസ്സില്ല. കാരണം അവിടെ വലിയ കഷ്ടപ്പാടാണ്. അപ്പൊ മോർഗൻ നിനക്ക് താരയോട് ഇനി മുതൽ അവളെ ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, തിരിച്ച് റഷ്യയിലേക്ക് പോകുന്നതിലും ഭേദം ഇവിടെ തന്നെ ജയിലിൽ കഴിയുന്നതാണ് നല്ലതെന്ന് ഒക്സാന പറഞ്ഞപ്പോൾ എന്തായാലും നീ ആഗ്രഹിച്ചതിനെ കിട്ടിയല്ലോ എന്ന് കാരഡക്ക് പറയുന്നു. അങ്ങനെ ആ കേസ് ക്ലോസ് ആയി. അടുത്ത സീനിൽ കാണിക്കുന്നത് മോർഗൻ ഏവയെയും എലീറ്റിനെയും കൂട്ടി പാർക്കിലേക്ക് വരുന്നതാണ്. ഏവ ബോയ് ഫ്രണ്ടായിട്ട് മൊബൈലിൽ ചാറ്റിംഗ് തന്നെയാണ്. എലീറ്റിന്റെ മുഖത്താണെങ്കിൽ വലിയ സന്തോഷമൊന്നുമില്ല. അവനൊരു ബെഞ്ചിൽ ചെന്നിരിക്കുന്നു. അതുകൊണ്ട് മോർഗൻ നീ എപ്പോഴും പാർക്കിൽ പോകാൻ വേണ്ടി ബഹളം വെക്കുന്നതാണല്ലോ, ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അന്നൊക്കെ ഏവ എന്റെ കൂടെ കളിക്കാൻ കൂടുമായിരുന്നു, അത് നല്ല രസമായിരുന്നു, പക്ഷെ ഇപ്പോൾ ആകെ മാറിപ്പോയി എന്ന് എലീറ്റ് പറയുന്നു. അപ്പൊ ഏവ മൊബൈലിൽ ചാറ്റിക്കൊണ്ട് ആ ബെഞ്ചിൽ വന്നിരിക്കുന്നു. മോർഗൻ അവളോട് എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. അവൾ നേരെ ആ പാർക്കിൽ ഉണ്ടായിരുന്ന ജെഫിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. താരം മരിച്ചതിന് ശേഷം അവർ കുട്ടിയെ നോക്കാൻ വേറെ നാനി ഇതുവരെ വെച്ചിട്ടില്ല. അതുകൊണ്ട് ജെഫ് തന്നെയാണ് കുട്ടിയെയും കൊണ്ട് പാർക്കിൽ വന്നിരിക്കുന്നത്. മോർഗൻ അവന്റെ അടുത്ത് നിന്ന് ചാൾസ് എടുത്ത ഫോട്ടോയിൽ നിന്നും അവരുടെ കുട്ടിയും താരയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായ ഫോട്ടോ അവന് കൊടുക്കുന്നു. ജെഫ് അത് സന്തോഷത്തോടെ മേടിക്കുന്നുണ്ട്. അവർക്ക് താര അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. താരയെ നഷ്ടമായതിൽ ജെഫിന് നല്ല സങ്കടമുണ്ട്. വീണ്ടും ഏവയെ എലീറ്റിനെയും കാണിക്കുമ്പോൾ ഏവ അപ്പോഴാണ് എലീറ്റ് സങ്കടപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവൾ അവനോട് നമുക്ക് സ്പിന്നറിൽ കറങ്ങിയാലോ എന്ന് ചോദിച്ചതും അവൻ പെട്ടെന്ന് അവൾ അത്ഭുതത്തോടെ നോക്കുന്നു. ഏവ ഉടനെ എഴുന്നേറ്റ് അങ്ങോട്ട് ഓടുന്നു. പുറകെ എലിയറ്റും. അങ്ങനെ എലിയറ്റ് സ്പിന്നിൽ കയറി നിൽക്കുന്നു. ഏവ അത് കറക്കുന്നു. അപ്പൊ ഏവയുടെ ബോയ് ഫ്രണ്ട് നീ
തിരക്കിലാണെന്ന് ചോദിച്ചാൽ അവൾക്ക് വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അവൾ അതിന് റിപ്ലൈ കൊടുക്കാതെ മൊബൈൽ ലോക്ക് ചെയ്തിട്ട് എലീറ്റിന്റെ കൂടെ കളിക്കുന്നു. അവനത് കണ്ട് ഭയങ്കര സന്തോഷമായി. അപ്പൊ അങ്ങോട്ട് വന്ന മോർഗൻ അവളുടെ 2 പിള്ളേരും സന്തോഷത്തിൽ കളിക്കുന്നത് കണ്ട് അവളും സന്തോഷത്തിലാവുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ നോക്കി സന്തോഷത്തിലും അഭിമാനത്തിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മോർഗനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്.